പറയാ, എല്ലാ പേപ്പറും ഇട്ടൊന്ന് അങ്ങനെ ഉണ്ടല്ലോ, ഇത് ഫിൽറ്ററൊക്കെ ഇട്ട് നന്നാക്കി ഒന്ന് വെളുപ്പിച്ച് നമ്മളെ ഫോട്ടോ അങ്ങനെ ചില വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുണ്ട്. ചില പല ടീമുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത പല ട്രാപ്പുണ്ട്. ആവശ്യമുള്ളൊക്കെ ചിലപ്പോൾ ചില ചെറുപ്പക്കാരുടെ ഫോട്ടോ ഒക്കെ ഇടും. ഇത് കണ്ട് ഈ പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ ഇത്ര പൊട്ടന്മാരിൽ പൊട്ടന്മാര് വേറെ ഇല്ല കേട്ടോ. തമാശ അറിയില്ലേ, ഇവള് കോട്ടയത്തേക്ക് അച്ചങ്ങാതിയെ തേടി പോവാണ് ഈ മോയത്. ഞാൻ ഇങ്ങനെയൊക്കെ വാക്ക് പ്രയോഗിക്കുമ്പോൾ വിചാരിക്കും ഇത് എന്നോടുകൂടിയുള്ള വാക്കാണ്. കുറച്ച് തീക്ഷ്ണമായ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇവള് ഈ കോട്ടയത്തുള്ളവളെ ഇവനെ തേടിപ്പോയി. രസം എന്താ വെച്ചാല് അവൻ വളരെ വലിയ ഫ്രോഡായിരുന്നു. എത്രയോ ഇവളെക്കാളും പ്രായമുള്ള ഒരുത്തൻ കുടുങ്ങി അവിടെ ചെന്നു, ട്രാപ്പിൽ പെട്ടു. അപ്പൊ ഇവളെങ്ങനെ പോയി ഇവള് ചോദിക്കും. ഒരു വീട്ടിൽ നിന്ന് 2-3 ദിവസം വേണം കോട്ടയത്ത് പോയി വരാൻ, ശരിയാണോ അല്ലയോ? ഇവള് സുന്ദരമായ ഒരു നമ്പർ പ്രയോഗിച്ചു. അതെന്താ നമ്പർ എന്നറിയോ? സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടമ്മ, 4500 റുപ്യ വേണം. കൊച്ചിയില് നിങ്ങൾ കേൾക്കണ്ട, സാഗർ റാണിയിലാണ് പോണത്. അതൊക്കെ ഇവിടെ ഇവിടെ പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സാഗർ റാണിയിൽ അങ്ങോട്ട് പോയിട്ട് നല്ല രസമാണ്, ഇങ്ങോട്ട് പോരുകയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, നല്ല മാർക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ. എനിക്ക് +1 അല്ലെങ്കിൽ എനിക്ക് ടൂറിന് പോകണം, പൈസ വേണം. 4500 റുപ്യ ആരിന്ന് പിക്ക് ചെയ്തു പറയൂ. സ്വന്തം അമ്മയെ നിന്നിട്ട് പറ്റിച്ചു. ആദ്യം ചൂരലെടുത്ത് 2 എണ്ണം പൊട്ടിക്കേണ്ടത് ആ കുട്ടിക്കല്ല, ആ അമ്മയ്ക്കും അച്ഛനും. കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി മാത്രമേ നമ്മളൊക്കെ അങ്ങോട്ട് പോവുള്ളൂ, ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? ഒരു ട്യൂഷൻ കൂടി ആക്കി കൊടുക്കും. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇടയ്ക്കൊന്ന് ആ സ്കൂളിലേക്ക് കയറി ചെല്ലുകയും തന്റെ കുട്ടിയെ കുറിച്ചൊന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ഒരു വേട്ട ആ കുട്ടിക്ക് ഉണ്ടാവുകയില്ലയോ? എന്റെ രക്ഷിതാവ് ഒരു ഇടയ്ക്കടുത്ത് ചോദിക്കും, എന്താ പറയാ, തരീകിട അവിടെ നടത്താൻ പറ്റൂല എന്നുള്ള തോന്നൽ വന്ന് അവൻ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കോളും. പോകുകയില്ലയോ? ഇവിടെ നടന്നില്ല. ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാ അങ്ങനെ ഒരു ടൂറും ഇല്ല, അങ്ങനെ ഒരു പൈസയുടെ ആവശ്യമില്ല. അപ്പൊ ഇവള് നുണ പറഞ്ഞ് എങ്ങോട്ട് പോയി? കോട്ടയത്തേക്ക് പോയി. ഈ കുട്ടിയെ മിസ്യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, മിസ്യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, ആ വീഡിയോ എടുത്ത് എന്താ പറയാ, ഇവൻ സൂക്ഷിക്കുകയും ഇവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോ ഇനി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സുന്ദരിയായ നല്ലവണ്ണം പഠിച്ചിരുന്ന ആ പെൺകുട്ടി എന്ന ഇര, അതാണ് ഇരയും വേട്ടക്കാരനുമാണ്. ഈ ഇര താഴേക്ക് വീഴുകയാണ്, നിരന്തരം വീണ് പോയി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞോട്ടെ, നമ്മളെ 3 രീതിയിൽ ഒരു കുട്ടി പറ്റിച്ചോണ്ടിരിക്കും. മനസ്സിലാക്കി വെച്ചോണം. 3 രീതിയിൽ ഒരു കുട്ടി നമ്മളെ പറ്റിക്കും. അതിൽ ഡ്രഗിൽപ്പെട്ടവർ പറ്റിക്കും, ലഹരിയിൽപ്പെട്ടവർ. ലഹരിയെ ഞാൻ വഴിയെ പറയാം, ലഹരിയെ പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ അത് വ്യാപകമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മേൻ്റെ ഒപ്പം മറ്റേ MDMA ഉപയോഗിക്കുന്ന ചങ്ങായി പോണത്. ഏട്ടയ്ക്ക് ഇവർ അതിൻ്റെ നടുവിൽ ആരാ ഇരിക്കണമെന്നറിയ, ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ട്. അയാളുടെ ബാക്കിൽ കൂടെ കൈയിട്ട് അമ്മേൻ്റെ പെടലിക്ക് ഒറ്റൊന്ന് കൊടുക്കുന്നത്. പ്രസവിച്ച മകൻ, അവൻ്റെ ഉള്ളിൽ മറ്റേതാ സാധനം, ചെകുത്തയില്ലയോ, ചെകുത്താൻ്റെ അങ്ങേ തലയാ. MDMA ഞാൻ കാണിച്ചുതരാം. 2019 കൊറോണയുടെ ചൂട് പിടിച്ചിട്ട് അത് ഇങ്ങോട്ട് വന്നത്. അത് നമ്മൾ അറിയണം. നമ്മളൊരു ഒറ്റ കുട്ടി അതിലേക്ക് പെടാൻ പോകരുത്. കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? മണ്ടന്മാരായി തീരരുത്. ഇവിടുന്ന് എഴുന്നേൽക്കുമ്പം കൃത്യമായ ബോധത്തോടുകൂടി നിങ്ങൾ പോകണം, ദിശാബോധത്തോടുകൂടി പോകണം. ഈ ക്ലാസ് അതിന് വേണ്ടിയിട്ടാ. 10 ആളെങ്കിലും കരകയറട്ടെ. ആരോടാ ഞാൻ ഈ പറയണത്? എന്റെ കൂടെ ഉണ്ടോ? പോരുണ്ടോ? ശരി ആവട്ടെ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ പിന്നെ പറഞ്ഞ നിങ്ങളോട്? 3 തലത്തിൽ ഒരു കുട്ടി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പറ്റിക്കുക അറിയോ? ഈ ഡ്രഗിൽപ്പെട്ടവനും അതേപോലെ തന്നെ ഈ പ്രേമത്തിൽപ്പെട്ടവരും ഒക്കെയാണ് പറ്റിക്കുക. എങ്ങനെ പറ്റിക്കുക? ആദ്യം അവർ നമ്മളുടെ നെഞ്ചത്തേക്ക് കയറും, നമ്മളെ പേടിപ്പിച്ചാടും. എന്നിട്ട് നമ്മൾ ഒതുക്കി നിർത്തും, നമ്മളെ ഒതുക്കി നിർത്തും. ശരിയാണോ അല്ലയോ? ഇപ്പൊ തലമുടി മോൻ ഇങ്ങനെ പറ്റപ്പെടുന്നവർ വെട്ടിച്ചു, ഇവിടെ നിന്നിട്ട് പ്ലഗിൻ്റെ ഉള്ളിൽ കയറ്റം മരിച്ചു ഇങ്ങനെ വന്നു, തലയിൽ എന്തൊക്കെയോ ചായൊക്കെ തേച്ച് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ ചോദിക്കും, മോനെ തലമുടി ഇങ്ങനെയാണോ വെട്ടുക? അമ്മയുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ കയറ്റ. കാരണം എന്താ? അതോടുകൂടി അമ്മേനെ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പണ്ടൊക്കെ എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും ഒരു പേടിയും ബഹുമാനമായിരുന്നു. മുതിർന്ന ടീച്ചർമാരെ കണ്ടാൽ ഒരു പേടിയും ബഹുമാനമായിരുന്നു. ആണോ അല്ലയോ? ഉണ്ടല്ലേ? ആണോ അല്ലയോ? ഇപ്പോഴും നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കോ ഇല്ലയോ? നിൽക്കും, തീർച്ചയായിട്ടും നിൽക്കും. എന്നാൽ ഇന്നെന്താ സ്ഥിതി? ഇന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളൊരു പേടിയും ബഹുമാനം. മോനെ കുട്ടാ ഉപദ്രവിക്കില്ല, ഇങ്ങനെയാ പോക്ക്. മുട്ടിലഴഞ്ഞ് അടിമയെ പോലെ രക്ഷിതാക്കൾ പോകുന്ന ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ചിന്തിക്കട്ടെ നമ്മൾ. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ഉണ്ടല്ലേ? ശരിയാണോ അല്ലയോ? ഒരു രസകരമായ സംഭവം പറയാം. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. ഞാനൊരു പ്രാവശ്യം ഓട്ടയ്ക്കുന്നൊരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോവുക, കാർ ഓടിച്ചു പോവുക.
ബോറടിക്കില്ലല്ലോ, ഇങ്ങോട്ട് നീങ്ങൂലേ? കാർ ഓടിച്ച് പോകുമ്പോ ഏകദേശം കോട്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നല്ല മഴ ഉണ്ട്, ലൈറ്റ് ഇങ്ങനെ കത്തുണ്ട്, ഹെഡ്ലൈറ്റ് ഇങ്ങനെ കത്തി പോവുക, മുന്നോട്ട് നല്ല ഇരുടാ. പോകുമ്പോൾ ഒരു 10-13 കോൾ ഇതിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ബ്ലൂടൂത്ത് വഴി ഇത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കാൻ കഴിയില്ല. വണ്ടി ഞാൻ സൈഡാക്കി എടുത്തു നോക്കിയപ്പോൾ അപ്പുറത്തെ തലയ്ക്കെന്ന് ഒരാൾ സംസാരിക്കുക. പ്രമോദ് സാർ അല്ലേ ചോദിച്ചു. ആ അതേന്ന് പറഞ്ഞു. സാറേ എൻ്റെ മോൻ, അപ്പൊ ഞാൻ പഠിപ്പിക്കണോനെ, എൻ്റെ മോൻ എന്നോടും ഭാര്യനോടും അയാൾ പറയുന്ന വാക്ക് തന്നെയാ പറയുന്നുണ്ടോ, കച്ചറ കൂടി എന്റെ വണ്ടി എടുത്ത്, ഞാൻ പറഞ്ഞേ കേട്ടാതെ എന്റെ വണ്ടി എടുത്ത് മിനിയൂട്ടിക്ക് പോയി സാറേ. മിനിയൂട്ടി നിങ്ങൾക്ക് അറിയാം, മിനിയൂട്ടി കേട്ടിട്ടില്ലേ? മിനിയൂട്ടി ആ പഴയ തന്നെ മിനിയൂട്ടി, അവിടേക്ക് പോയി. വൈകുന്നേരം പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് സാറേ. ഓന്റെ നമ്പർ, ഓന്റെ ഫോണിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഒന്ന് ഓനെ അങ്ങ് വിളിച്ചിട്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ പറയണം. നിങ്ങളോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ് ആർക്ക്, മകന്. അവിടെ നിങ്ങൾ ഒരൊറ്റ വിളിച്ചാൽ അങ്ങോട്ട് പോന്നോളൂ. ഇത്രയൊക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ആ കഴിഞ്ഞിട്ട് അയാൾ പറയണ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ആ കഴിഞ്ഞിട്ട് അയാൾ പറയണ വാക്കെന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ വിളിച്ചു, നമ്പർ തന്നു, നിങ്ങളോട് ഒരിക്കലും വീട്ടിൽ നിൽക്കപ്പുറത്ത് ഉണ്ടാവില്ല. അയാളോട് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് നല്ല ദേഷ്യം എന്റെ കാലിന്റെ അടി കൂടി പെറ്റു കയറി. പടിഞ്ഞാറൻ തീരം നീണ്ടു ഒന്ന് വിശാലായി കിടക്കുന്നുണ്ട്, ഒന്ന് പോയി ചാടി ചത്തൂടേന്ന് അയാളോട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കണ്ടോ ഇല്ലയോ? ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കും, ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഒരു രക്ഷിതാവിന്റെ അർഹത എന്താ? ടീച്ചർമാരിയിരിക്കുന്ന വേദിയാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാം. ഈ നിശബ്ദത എന്നെ ഭയപ്പെടുത്തുന്നു. ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഒരു രക്ഷിതാവിന്റെ യോഗ്യത എന്താ? ഈ മൗനം എന്നെ ഭയപ്പെടുത്തുന്നു. വീണ്ടും ഞാൻ ഇവിടുന്ന് അതിന് ഉത്തരം പ്രതീക്ഷിച്ചു. എന്തെങ്കിലും ഒരു ഉത്തരം തെറ്റാണ് പോണ വയ്ക്കുമ്പോൾ. സ്പിരിച്വൽ നോളജ് അല്ല, ഞാൻ ചോദിച്ചതല്ല. ഒരു രക്ഷിതാവിന് ഒരു കുട്ടിയെ വഴി നയിക്കാനുള്ള യോഗ്യത എന്താ? ശരി, ഞാൻ കുറച്ചും കൂടി കടന്നു പറയാം. ഞാൻ കുറച്ചും കൂടി ഉദാത്തമായ തരാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് കടന്നു പറയാം. നിങ്ങൾ കേൾക്കൂലേ? നമ്മൾ സ്കൂളിൽ നിന്ന് നേടുന്ന അറിവിനെ വിളിക്കുന്ന പേരെന്താ? ഓ, നിങ്ങൾ ആരും മുണ്ടില്ല, പറയൂ. നമ്മൾ സ്കൂളിൽ നിന്ന് നേടുന്ന അറിവിനെ വിളിക്കുന്ന പേരെന്താണ്? പറയൂ. വിദ്യാഭ്യാസം. അതിന്റെ പറയാത്ര മടി, വിദ്യാഭ്യാസം. ശരി ആവട്ടെ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മള് ജീവിത അനുഭവത്തിൽ നേടുന്ന അറിവിനെ വിളിക്കുന്ന പേരെന്താ? അപ്പൊ ഞാനിവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഞാൻ വിരല് വെച്ചു. എന്താണ്ടാകുക? പൊള്ളും. പിന്നെ ഒരു വിളക്കിന്റെ മുകളിൽ ഞാൻ കൈ വെക്കുവോ? എവിടെ നിന്നൊക്കെ അറിവ് കിട്ടിയേ? ഒരു നേരിട്ട് അറിവ് കിട്ടിയ ജീവിതാനുഭവത്തിൽ നിന്നാണ്, ആണോ അല്ലയോ? ഇങ്ങനെ കിട്ടുന്ന അറിവിനെ വിളിക്കുന്ന പേരെന്താ? കുട്ടികൾ ശ്രദ്ധിക്കൂ കേട്ടോ. നമ്മളെ വിചാരം എന്താ അറിയോ? വലിയവർക്കാ വിവരങ്ങൾ, കുട്ടികൾക്ക് ഒരു വിവരവും ഇല്ല. ഞാനൊരു പ്രാവശ്യം ഇവിടെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേങ്ങര വർക്ക് ചെയ്യാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവിടെ കുട്ടികളൊക്കെ കൂടി ഇന്ന ഒരു സ്ഥലത്തേക്ക് പിടിച്ചിരിക്കും. 6ാം ക്ലാസ് ആയിരിക്കും. ഞാൻ ചെറിയ കുട്ടികൾ ക്ലാസ് എടുത്ത് പരിചയം കുറവാണ്. അവിടെ ചെറിയ കുട്ടികളോട് ക്ലാസ് എടുക്കണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ സമ്മ കിട്ടൂല അവസരം. അങ്ങനെ ഞാൻ ഈ 6ാം ക്ലാസ്സുകാർ വിളിച്ചപ്പോൾ ശ്വാസം കിട്ടിയമാതിരി അയക്കാൾ ഇടയ്ക്ക് പോയി. കാരണം എന്തെങ്കിലുമൊക്കെ പറയാനോ. അങ്ങനെ ഇവരെ ഇടയിൽ പോയി. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഒരു പേപ്പറൊക്കെ എടുത്തു. ഇവിടെ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ബോർഡിന്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരായിരുന്നു. അപ്പൊ ഇവരൊരു പേപ്പർ എടുത്തിട്ട്, കുട്ടിക്ക് ലോജിക് ഉണ്ട്, എത്ര ടിക്കായിട്ട് മറുപടി ഒന്ന്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ ക്ലാസ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കുക കുട്ടികളായിരിക്കും. വലിയവരായിരിക്കും ഇതിനെല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാകും. ശ്രദ്ധിക്കും. നിങ്ങൾ നോക്കൂ, അവർ പറഞ്ഞാൽ അവർക്ക് കുറ്ററിയാം. അത് കൃത്യമായിട്ട് തരും. കാരണം വെച്ചാൽ വിവേകമുള്ളവരാ, നന്മയുള്ളവരാ. ഈ ഒരു കുട്ടീൻ്റെ കൂടി കഥ ഞാൻ അവിടെ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ എല്ലാം കേൾക്കും. ശരി, അവിടെ കയറി ഇരുന്ന് 6ാം ക്ലാസ്സുകാരുടെ കയറി ഇരുന്നപ്പോ അവറ്റകളൊക്കെ കൂടി ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഇങ്ങനെ എഴുതിട്ടോ. എന്നിട്ട് എന്നോട് ഇത് വായിക്കുകയാണ്. എന്താ എഴുതിയെന്നറിയോ? ചായ എന്ന് എഴുതി. ചായ എന്ന് കേട്ടിട്ടില്ലേ? മലയാളത്തിൽ എഴുതി ചായ. എന്നിട്ട് 168 എന്ന് എഴുതി. 168 എന്ന്. എന്നിട്ടൊരു കോമ. എന്നിട്ടൊരു ഇളയെന്നൊക്കെ ഇട്ടു പോയി. ആ കഴിഞ്ഞിട്ട് പയ്യാർ സ്ക്വയറിൽ ഒരു പയ്യ വരച്ചു. പയ്യാർ സ്ക്വയർ എന്നൊക്കെ അറിയില്ലേ? അതിലൊരു പയ്യ വരച്ചു. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ടൊരു ഉണ്ടാന്ന് എഴുതി വെച്ചു. ഇത് വായിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയാട്ടോ. അപ്പൊ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വായിച്ചാൽ മതി. പക്ഷെ നുണ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, മക്കളെ എനിക്കറിയില്ല. അപ്പൊ ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു ഓരോ ക്ലാസ്സിൽ കിട്ടുന്ന വലിയ ക്ലാസ്സായിട്ട് കിട്ടുന്ന മാഷ് നമ്മുടെ മുന്നില്